അമ്മച്ചി, എന്തോ അമ്മച്ചിയുടെ പേരെന്തോ അമ്മച്ചി? ഏരിയമ്മയോ? നന്നായിട്ട് പറഞ്ഞേ, ഇച്ചിരി ശബ്ദം ഉയർത്തി പറഞ്ഞേ. ഏരിയമ്മ ജോണെന്നാ എൻ്റെ പേര്. ആ, ഓക്കെ. ഓക്കെ. അമ്മച്ചിക്ക് എത്ര മക്കളായിരുന്നു? 6 പേര്. എത്ര പെണ്ണും എത്ര ആണുവാ? 6. 6 മക്കള്. എത്ര ആൺപിള്ളേരായിരുന്നു അമ്മച്ചിക്കുള്ളത്? 4. 4 ആണും 2 പെണ്ണും അല്ലേ? ഓക്കെ. അപ്പോൾ അമ്മച്ചിയുടെ മക്കളെല്ലാവരും വിദ്യാഭ്യാസം ചെയ്തവർ തന്നെയല്ലേ? നന്നായിട്ട് അമ്മച്ചി എല്ലാവരെയും പഠിപ്പിച്ചല്ലേ? എല്ലാവരെയും പഠിപ്പിച്ച്. എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണോ? ആന്ന്. ഓക്കെ. ഒരുപാട് സന്തോഷം. അമ്മച്ചിയുടെ ഭർത്താവിൻ്റെ പേരെന്തായിരുന്നു? ജോൺ മത്തായി. ജോൺ മത്തായി. ഒരു ദൈവദാസനായിരുന്നെന്നാണല്ലോ കേട്ടെ, അല്ലേ? അത് ശരി. ഏത് സഭയുമായിട്ടുള്ള ബന്ധത്തിലായിരുന്നു? അപ്പോസ്തോലിക സഭ. എവിടെയാ അതിൻ്റെ ഹെഡ് ഓഫീസ്? ഓർമ്മയുണ്ടോ? മരിച്ചുപോയി. അല്ല, ആ സഭയുടെ ഹെഡ് ഓഫീസ് എവിടെയായിരുന്നെന്ന് ഓർമ്മയുണ്ടോ? ചിങ്ങവനം. ചിങ്ങവനം. ചിങ്ങവനത്തെ നല്ല ദൈവദാസനായിരുന്നു അല്ലേ? സ്റ്റേജ് പ്രസംഗനായിരുന്നാണ് അറിഞ്ഞത് അല്ലേ? ഓക്കെ. അമ്മച്ചിയും പോകുമായിരുന്നോ അപ്പച്ചൻ്റെ കൂടെ? അമ്മച്ചിയുടെ മക്കളൊക്കെ എങ്ങനെയാ? ചെറുപ്പത്തിൽ നിങ്ങൾ പരസ്യമൊക്കെ ചെയ്യുമായിരുന്നോ? എല്ലായിടത്തും പോയി പരസ്യങ്ങൾ ചെയ്യുമായിരുന്നോ? അമ്മച്ചിക്ക് എന്ത് കൃപയാ ഉള്ളത്? പാട്ട് പാടുമായിരുന്നല്ലേ? അമ്മച്ചിക്ക് ഇപ്പോൾ ഒരു പാട്ടിൻ്റെ ഒരു 2 ലൈൻ, ഏതെങ്കിലും ഒരു പാട്ടിൻ്റെ ഓർമ്മയുണ്ടോ? ഓർമ്മയുള്ള ഒരു പാട്ടിൻ്റെ ഒരു 2 ലൈൻ പാടിക്കും. വചനത്തോടു കൂടെ സ്നാനത്താൽ പവനവേളെ, വചനത്തോടു കൂടെ സ്നാനത്താൽ കരചുളുക്കം വാട്ടം മാലിന്യം ഒന്നുമില്ലാതെ തനിക്കു തന്നെ തേജസ്സോടെ മുൻനിർത്തുവാൻ മരുഭൂമിയിൽ പ്രിയന്റെ മേൽ ചാരുന്നി വേളാരൂ. താങ്ക് യു അമ്മച്ചി. വളരെ 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 മനോഹരമായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. എത്ര മനോഹരമേറിയ പാട്ട്, ഗാനം. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ കേട്ടിട്ടുണ്ടല്ലോ അമ്മച്ചിയെക്കുറിച്ച്, നിങ്ങൾ നല്ല വലിയ രോഗശാന്തി വിശ്വാസത്തിലായിരുന്നെന്ന് കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെയായിരുന്നോ അമ്മച്ചി? വലിയ രോഗശാന്തി വിശ്വാസത്തിലൊക്കെ ആയിരുന്നെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. ആയിരുന്നില്ല, മെഡിസിൻ ഒന്നും എടുക്കത്തില്ലായിരുന്നല്ലേ? ഓക്കെ. അതിലൊരു ഞാനൊരു കാര്യം കേട്ടിരുന്നു. മൂത്ത മകൻ്റെ വിരൽ കട്ടായ ഒരനുഭവം അല്ലേ? അപ്പച്ചൻ പ്രാർത്ഥിച്ചായിട്ടൊക്കെ ഞാൻ അറിഞ്ഞിരുന്നല്ലോ. അത് അമ്മച്ചി അതിനെക്കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ അമ്മച്ചി? എന്തുവാ നിങ്ങൾക്കന്ന് കപ്പയുടെ കൃഷിയൊക്കെ ഉണ്ടായിരുന്നോ? അങ്ങനെയാണോ ഞാൻ അറിഞ്ഞത്. ഇപ്പം നമ്മുടെ പൊതുമക്കൾക്ക് അറിയാൻ വേണ്ടി ഒന്ന് പറയാമോ? കപ്പ കൃഷിയായിരുന്നോ? എങ്ങനെയാ വലിയ മോൻ്റെ കൈ വിരൽ മുറിഞ്ഞത്? കപ്പ മുറിച്ചതല്ലേ? കപ്പ മുറിച്ചപ്പം വിരൽ മുറിഞ്ഞ്. പിന്നെ അപ്പച്ചൻ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ച് ആ മുറിഞ്ഞു പോയ വിരൽ വെച്ച് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചല്ലേ? ഓർമ്മയുണ്ടോ ഇതൊക്കെ? ഉണ്ട്. അപ്പോൾ പ്രാർത്ഥിച്ചു. പിന്നെ ആ സമയത്ത് അമ്മച്ചിക്കൊക്കെ ഒരുപാട് ആടൊക്കെ ഉണ്ടായിരുന്നെന്നൊക്കെയാണല്ലോ പറഞ്ഞു കേട്ടെ. ഉണ്ടായിരുന്നു. അപ്പോൾ ആ ആടെല്ലാം പോയി കട്ടങ്കപ്പട വെള്ളമെല്ലാം കുടിച്ചെന്നൊക്കെ പറഞ്ഞു. ആട് ചത്ത പോലായി എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പച്ചൻ അതിൻ്റെ തലയിലും കൈവച്ച് പ്രാർത്ഥിച്ചല്ലേ? അത് കഴിഞ്ഞിട്ട് എത്ര നാൾ കഴിഞ്ഞാ ആ മകൻ്റെ വിരലടിച്ചത്? എത്ര നാൾ കഴിഞ്ഞാണ് ആ മകൻ്റെ വിരലടിച്ചത്? 15 നാൾ കഴിഞ്ഞല്ലേ? ആ കഴിഞ്ഞ ആ വിരൽ നോക്കിയപ്പോൾ അത് പഴയതുപോലെ വന്നോ? അതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി അല്ലേ? ദൈവത്തിൻ്റെ ഒരു വലിയ അത്ഭുത പ്രവൃത്തി. അത് ദേശത്തൊക്കെ വലിയ സാക്ഷ്യമായി മാറി അല്ലേ? ഞാനതിനെപ്പറ്റി കേട്ടിട്ടുണ്ട്. അമ്മച്ചിക്ക് ഒത്തിരി ഓർമ്മക്കുറവുണ്ടെന്ന് തോന്നുന്നു. ഓർക്കുന്നില്ല അല്ലേ? ഓർക്കുന്നുണ്ടോ? ഓർമ്മയിലുണ്ട്. സോ ഒരുപാട് സന്തോഷം. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇത്രയും വർഷങ്ങൾ ദേശത്തിന് നാനാഭാഗത്ത് പോയി സാക്ഷ്യങ്ങൾ പ്രസ്താവിക്കുകയും പ്രസംഗിക്കുകയും പാട്ടുകൾ പാടുകയും അനേകരെ ക്രിസ്തുവിലേക്ക് എത്തിക്കുകയും ചെയ്യുവാൻ നിങ്ങൾ കുടുംബമായിട്ട് ദൈവം സഹായിച്ചുവല്ലോ. കുഞ്ഞുങ്ങളെയും കൊച്ചുമക്കളെയും അല്ലേ, മക്കളെയും കൊച്ചുമക്കളെയും മരുമക്കളെയും എല്ലാം ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. അമ്മച്ചിക്കിപ്പം എന്താ പറയാനുള്ളത്? എന്താ പറയാൻ തോന്നുന്നത്? കർത്താവിൻ്റെ വരവ് സമീപമായില്ലേ? അമ്മച്ചിയുടെ പ്രത്യാശ എങ്ങനെയാണ്? കർത്താവിൻ്റെ വരവെങ്കിൽ
എടുത്തുകൊള്ളപ്പെടുമെന്ന എൻ്റെ പ്രത്യാശ. അതിനുവേണ്ടി ഞാൻ ഒരുക്കത്തോടു കൂടി ആയിരിക്കുന്നു, ഒരുങ്ങി കാത്തിരിക്കുന്നു അല്ലേ? ഓക്കെ അമ്മച്ചി, ഒരുപാട് സന്തോഷം. അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ സാക്ഷ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് നമ്മുടെ കേൾക്കുന്ന എല്ലാവർക്കും ഒരു അനുഗ്രഹവും നന്മയും വിടുതലുമായി മാറട്ടെ, ഒരു അത്ഭുതമായി മാറട്ടെ. രോഗശാന്തി വിശ്വാസം എന്ന് പറയുന്നത് അതൊരു വലിയ കൃപയാണ്, എല്ലാവർക്കും ഇല്ലാത്തൊരു ദൈവിക വരമാണ്. ദൈവം കൊടുക്കുന്ന ഒരു വലിയ ഒരു കൃപയാണത്. മെഡിസിൻ ഇല്ലാത്തൊരു ലോകം. കേട്ടല്ലോ സഹോദരങ്ങളെ, മൂത്ത മകൻ്റെ വിരൽ കട്ടായി, അതായത് കപ്പ വെട്ടിയപ്പോൾ കുഞ്ഞുനാളത്തിൽ വിരൽ കട്ടായി. എങ്കിലും പ്രിയപ്പെട്ടവർ ഹോസ്പിറ്റലിൽ പോകാതെ ആ വിരലെടുത്ത് ചേർത്ത് വെച്ച് പച്ച വെളിച്ചെണ്ണയിൽ മുക്കി അത് കഴുകി അതുപോലെ തന്നെ കെട്ടിവെച്ചു, പ്രാർത്ഥിച്ചു. 15 ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോൾ ആ വിരൽ അതുപോലെ കാണുവാനായിട്ട് ഇരുന്നു, പഴയതുപോലെ കാണുവാനിടയായി തീർന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി അത്ര വലുതാണ്. അപ്പോൾ ഈ അമ്മച്ചിയുടെ വിശ്വാസം, പ്രത്യാശ നമ്മളിലും ഉണ്ടാകണം. ഇതുപോലെ പ്രത്യാശ ഉണ്ടാകണം. അരുമനാഥൻ്റെ വരവ് സമീപമായിരിക്കുന്ന നാളുകളാണിത്. ഈ നാളുകളിൽ കർത്താവിൻ്റെ ആ വലിയ സാന്നിധ്യം നമുക്കെല്ലാവർക്കും അനുഭവിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഈ സാക്ഷ്യം എല്ലാവർക്കും ഒരു അനുഗ്രഹവും വിടുതലുമായി മാറട്ടെ. ഈ സാക്ഷ്യം കേൾക്കുന്ന എല്ലാവർക്കും നന്മയായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു അമ്മച്ചി. താങ്ക് യു. ഓക്കെ. ഗോഡ് ബ്ലെസ് യു.